ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. കൺസിസ്റ്റൻ്റായിട്ട് മാറാൻ എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, സ്ഥിരത അഥവാ കൺസിസ്റ്റൻസിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം, എങ്ങനെ കൺസിസ്റ്റൻ്റായി കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മളൊക്കെ ഒരുപാട് മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് 1-2 ദിവസം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എനർജറ്റിക്കായിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും അലസത, മടി എന്നിവയിലേക്ക് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. 1-2 ദിവസം കറക്റ്റായി ചെയ്ത ശേഷം വീണ്ടും കൺസിസ്റ്റൻ്റ് അല്ലാതെ ആകുന്നു. പാതി വരിയിൽ വെച്ച് അത് നിർത്തുന്നു. എനർജി ഇല്ലാത്ത അവസ്ഥ വരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ആദ്യമായിട്ട് എക്സ്ക്യൂസസ് പറയുന്നത് ഒഴിവാക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്സസൈസ് ചെയ്ത് എനിക്ക് വെയിറ്റ് ലോസ് ആക്കണം എന്നുണ്ട്. ബട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, മടിയാണ്, പുറത്ത് മഴയായതിനാൽ പോകാൻ വയ്യ എന്നൊക്കെ എക്സ്ക്യൂസസ് നാം കണ്ടെത്തുന്നു. അതിന് പകരം 1 മന്ത് കൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് ഒരു 5 കിലോ കുറച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു 2 കിലോ കുറച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നു. തീരുമാനമെടുക്കാം. നാം അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് സക്സസ്ഫുള്ളാക്കി നേടിയെടുക്കാൻ സാധിക്കുന്നു. നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായ ഒന്നാണ് കൺസിസ്റ്റൻസി. ഒരു കാര്യത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ആ കാര്യത്തിൽ ഒരു കഴിവും ഇല്ല എങ്കിൽ പോലും കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മികച്ച വിജയം സാധ്യമാണ്. നമ്മൾ പ്ലാൻ ചെയ്ത ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്ഥിരമായി ഫോക്കസ് കൊടുത്താൽ ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു. എക്സാമ്പിളായി രാവിലെ എണീറ്റ ഉടനെ തന്നെ എക്സസൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ആ ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, ബാക്കി ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്. അടുത്ത ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ബട്ട് അന്നും സാധിച്ചില്ല. ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നാം നിരാശരാകുന്നു. അതിന് പകരം ആഴ്ചയിലെ ഏതൊക്കെ ദിവസങ്ങളിൽ എത്ര മണിക്കൂർ വെച്ച് നാം എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു. ഇതുപോലെ മന്ത്ലി പ്ലാനിങ്ങും വീക്ക്ലി പ്ലാനിങ്ങും ഇയർലി പ്ലാനിങ്ങും ഒക്കെ നടത്താം. നാം ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എത്ര എനർജി ചിലവാക്കുന്നുവോ, നാം അതിൽ എഫേർട്ട് എടുക്കുന്നുവോ, ടൈം സ്പെൻഡ് ചെയ്യുന്നുവോ, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു. നാം തീരുമാനിക്കുന്നതാണ് നമ്മുടെ വിജയവും. അതിനായി നല്ല തീരുമാനങ്ങൾ എടുക്കാം. സ്ഥിരത ശരാശരിയെ മികവിലേക്ക് മാറ്റുന്നു. കൺസിസ്റ്റൻസി പ്രവർത്തനം സ്ഥിരമായി ഫലമുണ്ടാക്കുന്നു. പൂർണ്ണതയേക്കാൾ കൺസിസ്റ്റൻസി പ്രധാനമാണ്. നമുക്ക് ഉത്സാഹമുള്ള സമയത്ത് കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഉത്സാഹമുള്ള സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എല്ലാ അവസ്ഥയിലും കൺസിസ്റ്റൻസി പ്രധാനമാണ്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്തും സ്ഥിരത കൈവരിച്ചാൽ വിജയം സാധ്യമാണ്. അതായത് മികച്ച വിജയം നമുക്ക് നേടാൻ സാധിക്കുന്നു. കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് വിജയം പ്രധാനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മികച്ച ഒരു വിജയം, ഒരു റിസൾട്ടായിരിക്കും ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.